എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ക്ഷമാപണത്തോടു കൂടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ശ്രീ ഗുരുവായൂരപ്പനോടും നിങ്ങളോട് എല്ലാവരോടും ക്ഷമാപണത്തോടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നാരായണീയത്തെ പറ്റി ഞാൻ പറയുന്ന സമയത്ത് അവിടെ എല്ലാ സ്ഥലങ്ങളിലും സ്കന്ധം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. നാരായണീയത്തിൽ ദശകമാണ്, സ്കന്ധമല്ല. ഈ വാക്ക് എങ്ങനെ എൻ്റെ വായിൽ വന്നു എന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയോ അത് ഒരു പിഴവാണ്, അത് തെറ്റാണ്. ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് ദശകം, സ്കന്ധം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദശകം എന്ന് മനസ്സിലാക്കണം. അത് തെറ്റുപറ്റിയെന്ന് ഞാൻ എല്ലാവരും മാപ്പപേക്ഷിക്കും ഗുരുവായൂരപ്പൻ്റെ തമ്മിലും. ഇനി അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് നാരായണീയവും ഭാഗവതവും ഒന്ന് വിസ്തരിച്ച് പറയണം, അർത്ഥത്തോടു കൂടി പറയണം എന്ന് പറഞ്ഞു. ആഗ്രഹം എനിക്കുണ്ട്, ധാരാളം നിങ്ങളെല്ലാവരെയും ധരിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കബിൾ അല്ല. കാരണം ഈ 100 ദശകമുള്ള നാരായണീയം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, 5-6 മണിക്കൂർ എടുക്കും. യൂട്യൂബിൽ ഈ 5-6 മണിക്കൂറൊന്നും കേട്ടുകൊണ്ട് ആരും ഇരിക്കില്ല. അത് പ്രാക്ടിക്കബിൾ അല്ല. അത് ഞാൻ ആദ്യമേ അതാത് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 18,000 ശ്ലോകമുള്ള ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് വർണ്ണിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാഗവതം സപ്താഹം ചെയ്യുന്നവർക്ക് പോലും 7 ദിവസം കൊണ്ട് അവരിങ്ങനെ ഓടിപ്പോവുകയാണ്. ശ്ലോകം കംപ്ലീറ്റ് ആകും. അർത്ഥത്തിൽ അവിടെയൊക്കെ കഥകളൊക്കെ വിട്ടു എന്നൊക്കെ വരും. പ്രധാനപ്പെട്ട കഥകൾ മാത്രമേ പറ്റുള്ളൂ, സമയം കിട്ടില്ല. 7 ദിവസം കൊണ്ട് കഴിക്കണമല്ലോ എന്ന്. അങ്ങനെയുള്ള സമയത്ത് നമ്മളിത് ചെയ്യുക പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു ടാസ്ക്കാണത്. നിങ്ങൾക്കും പ്രാക്ടിക്കലായി അറിയാം. എല്ലാവർക്കും അതിനെപ്പറ്റി ഞാൻ വെറുതെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനവൻ്റെ ബുദ്ധിമുട്ട് അവനവനെ അറിയുള്ളൂ. എനിക്കും അറിയാം, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഭഗവാനും നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പരമാവധി ശ്രമിക്കാം. ഭഗവാൻ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഭാഗവതം വായിക്കാൻ സാധിക്കാത്തവർക്കും, സപ്താഹം കേൾക്കാൻ സാധിക്കാത്തവർക്കും, സപ്താഹം അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ തന്നെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. എന്താണ്? 12 സ്കന്ധം 12-ാം അധ്യായം. 12 സ്കന്ധം 12-ാം അധ്യായം. ഇത് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ, ഭാഗവതം പൂർണ്ണമായി കേട്ടതും ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഭാഗവതം വായിക്കാൻ പറ്റാത്തവരും, സപ്താഹങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും ഇത് വായിക്കുക. ഇനി വായിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങളിവിടെ ഈ പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പ്രിയതമ അത് ചൊല്ലും. എൻ്റെ 10-12 മിനിറ്റേ വരുള്ളൂ. 12 മിനിറ്റിലധികം അത് വരില്ല. അത് 60 ശ്ലോകം എന്താണോ ഉള്ളത് അത് കേൾക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. എല്ലാം സാധിച്ചൊന്നുമില്ല. എല്ലാം ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ദിവസം ചെല്ലാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ. ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുക, ഈശ്വര എനിക്കിങ്ങനെ വായിക്കണം കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ സംഗതി വശം പറ്റുന്നില്ലല്ലോ ഭഗവാനെ, എനിക്ക് മാപ്പ് തരണേ എന്ന് അപേക്ഷിക്കുക. അത് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, തീർച്ചയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഇത് തുടങ്ങിയത്, ഒരു എപ്പിസോഡ് പറയാൻ കാരണം, ഈ വീഡിയോ പറയാൻ കാരണം അതാണ്. അത് വായിച്ചു കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ പൂർണ്ണമായ ഭാഗവതം വായിച്ചതിൻ്റെ അനുഭവമാണ്. അത് ആരോടും ചോദിക്കണ്ട. ഇനി നിങ്ങൾ ഒരു സംശയത്തിനും ഇടവയ്ക്കണ്ട. പലരും പലതും പറയും. അപ്പം ചെയ്യാൻ പാടില്ല, ഇപ്പം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അത് അസത്യമാണെന്ന് ഞാൻ വാദിക്കാൻ തയ്യാറില്ല. അവർ തെറ്റാണെന്നും വാദിക്കാൻ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളതൊന്നും കണക്കാക്കണ്ട. വായിക്കുക, ഭഗവാനിൽ അർപ്പിക്കുക.
തെറ്റുകൾ ഉണ്ടാവുന്നു, ധാരാളം ഉണ്ടാവും. ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റാണ്. തെറ്റുകൾ എന്നല്ല, ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ പ്രസവിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റും. അതുപോലെ തെറ്റ് അക്ഷരപ്പഴവേ നൃത്തം ശ്ലോകം ചെല്ലുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ഇതുണ്ട്. ആചാര്യന്മാർക്ക് സാധാരണ കഴിയുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് വരാവുന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഭയങ്കരമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെവിക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല. ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഈശ്വരനെ വിളിക്കാൻ സ്ഥലവുമില്ല, കാലവുമില്ല, നേരവുമില്ല. എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുക, ദിവസം ചെല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ. ചെല്ലാൻ പറ്റില്ലെങ്കിൽ, ബുക്കില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് കഴിഞ്ഞ ഉടനെ അവർ പറയും. അത് ശ്രവിച്ച് നോക്കുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ലോകം മുഴുക്കെ നാരായണീയവും ഭാഗവതവും കൃഷ്ണചരിതങ്ങളും പരക്കാൻ നിങ്ങളൊരു നിമിത്തമായി തീരണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ, ഞാനല്ല, ഞാൻ ആരുമല്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആരുമല്ല എന്നാണ്. ഞാനിതിപ്പോൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്നേ ഉള്ളൂ. കോമാളിത്തം കാട്ടിക്കൂട്ടുന്നു. ഭൂമിയിൽ ജനിപ്പിച്ചു ഭഗവാൻ, എന്തൊക്കെയോ അയാളെ വേഷം കെട്ടിക്കുന്നു. അതിലൊരു വേഷം കെട്ടി വരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളങ്ങനെയല്ല, ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞാലും അത് കേൾക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ എല്ലാവരും തെറ്റിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. ആര് എങ്ങനെ പറഞ്ഞോട്ടെ, ഭഗവാനിൽ അർപ്പിക്കുക, ഗുരുവായൂരപ്പനിൽ അർപ്പിക്കുക, ശ്രീകൃഷ്ണനിൽ അർപ്പിക്കുക. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളൂ. വിജയം തന്നെ വരും, സംശയിക്കേണ്ട. വിജയം ഉണ്ടാവുള്ളൂ. നമസ്കാരം, നന്ദി. ഇത് കഴിഞ്ഞ ഉടനെ അവർ ഇത് പറയും. യൂട്യൂബ് ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മേലെ വരും, അവരെ താഴത്ത് വരും, അല്ലെങ്കിൽ അവരുടെ മേലെ വരും, എൻ്റെ താഴത്ത് വരും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ ഇതാണ് ഭാഗവതം വരുന്നതെന്ന്. അത് കേൾക്കുക. അത് ഏകദേശം 60 ശ്ലോകമേ ഉള്ളൂ, 12 മിനിറ്റേ ഉള്ളൂ. നിങ്ങളുടെ വലിയ സമയമൊന്നും നഷ്ടമാവാൻ പോകുന്നില്ല. അവിടെ 10-12 മിനിറ്റേ വരാൻ പോകുന്നുള്ളൂ. നമസ്കാരം, നന്ദി. എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോകം മുഴുക്കെ ഇത് എത്താനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.